ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചൈനീസ് ഹിബിസ്കസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. പേരങ്ങനെയാണെങ്കിലും നമ്മുടെ ഹിബിസ്കസ് അഥവാ ചെമ്പരത്തിയുടെ പൂക്കളുമായിട്ടൊക്കെ സാദൃശ്യമുണ്ടെങ്കിലും ചെമ്പരത്തി ചെടിയായിട്ടൊന്നും വലിയ സാദൃശ്യം കാണുന്നില്ല. ഇതിന് എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മുടെ വെണ്ടച്ചെടിയായിട്ടൊക്കെ സാദൃശ്യമുണ്ട്. വെണ്ടച്ചെടിയുടെ പോലെ തന്നെ തണ്ടുകളിലെല്ലാം ഇങ്ങനെ രോമങ്ങളുണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം കൈകളിലൊക്കെ പോറലേൽക്കാൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ഒരു ആരമുള്ള രോമങ്ങളാണ് ഇതിൻ്റെ തണ്ട് മുഴുവനും ഉള്ളത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പൂക്കൾ എന്ന് പറഞ്ഞാൽ ഗംഭീര കാഴ്ച തന്നെയാണ്. നല്ല കളറും നല്ല അതിൻ്റെ നടുഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഈ ചെടിയിൽ പൂവിടുന്ന സമയമാകുമ്പോഴത്തേക്കും നിറച്ച് പൂക്കളിങ്ങനെ ഉണ്ടാവും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പൂവൊക്കെ വെച്ചേ ഉള്ളൂ. അല്ലാത്തപ്പോൾ ഇത് ചെടി നിറച്ച് ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നത് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ തേനൊക്കെ ഉള്ളതുകൊണ്ട് ബട്ടർഫ്ലൈസൊക്കെ എപ്പോഴും വരും. പിന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റി റോസ് മാലോ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയുണ്ട്. അത് തന്നെ ഒരു റെഡ് കളറാണ്. അതുമായിട്ടൊക്കെ സാദൃശ്യം തോന്നാറുണ്ട് ഈ പൂക്കൾക്കും ചെടികൾക്കൊക്കെ. പക്ഷേ അതിന് കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ആവശ്യമുള്ള ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ചെടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സപ്പോർട്ടും വേണ്ട. നല്ല ഹൈറ്റിൽ പോകുന്ന ചെടി, ഒരു 6-8 അടി ഉയരത്തിലൊക്കെ പോകുന്ന ചെടിയാണ്. ഇതിന് യാതൊരു സപ്പോർട്ടും വേണ്ട. നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ ചെടി ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പൂക്കൾക്കെല്ലാം ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. രാവിലെ വിരിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് കൂമ്പി നിൽക്കുന്നതാണ്. അതും നല്ലൊരു കാഴ്ച തന്നെയാണത്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ ഓൺലൈൻ വാങ്ങിച്ച ചെടിയാണിത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാനിന്ന് നോക്കിയപ്പം അത് സക്സസ് ആയി. ഇതിൻ്റെ ഒരു ചെറിയ അധികം മൂക്കാത്ത തണ്ട് നോക്കിയിട്ട് നമ്മൾ മുറിച്ച് നടുകയാണെങ്കിൽ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ അരം പോലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മാറ്റി നടുന്നതാണ് നല്ലത്. നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് നട്ടേക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒന്നും അധികം ആവശ്യമില്ല. ആഴ്ച ഒരിക്കലൊക്കെ വെള്ളം കൊടുത്താലും മതിയായിരിക്കും. ചെടിക്കൊരു വാട്ടവും ഇല്ലാതെ നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ നിൽക്കുന്ന നല്ലൊരു ചെടിയാണ്. ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.